സമയം ദുഃഖവെള്ളിയാഴ്ച പുലർച്ചെ 1:30 കഴിഞ്ഞു. ഈ ഒരു സമയത്ത് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത് ഒരിടം വരെ പോകാനാണ്. ഇതുവരെ ഞാൻ പോയിട്ടില്ലാത്തതും എന്നാൽ പോകാനായി ഒരുപാട് ആഗ്രഹിച്ചതുമായ ഒരു സ്ഥലം. ആ ഒരു സ്ഥലത്തേക്കാണ് ഈ ഒരു യാത്ര. ഒരു ചെറിയ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ സ്ഥലത്തെത്തി. കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായി കാണും ഈ സ്ഥലം ഏതാണെന്ന്. നമ്മുടെ ചേർത്തലയിലുള്ള തങ്കിപ്പള്ളി. നോമ്പ് സമയത്താണ് ഇവിടേക്ക് ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്നത്. ഇവിടുത്തെ അത്ഭുത തിരുസ്വരൂപത്തിന്റെ വണക്കത്തിനാണ് ഈ ആളുകൾ മൊത്തം ഈ ഒരു സമയത്ത് ഇവിടെ എത്തുന്നത്. ആദ്യമായിട്ട് തങ്കിപ്പള്ളി വരുന്നതിന്റെ ഒരു ആകാംക്ഷയും ആശ്ചര്യത്തിലായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എനിക്ക് പുതുമയുള്ളതായിരുന്നു. ഉരുള് നേർച്ചയും മുട്ടിലും ഞെരങ്ങിയുള്ള നേർച്ചയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ മുട്ടിലും ഞെരങ്ങിയാണ് ഞാനും ഈ അത്ഭുത തിരുസ്വരൂപത്തിന്റെ വണക്കത്തിനായിട്ട് എത്തിയത്. വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറും ഒരു ദൈവിക അനുഭൂതിയായിരുന്നു അവിടെ ചുറ്റും. അധികം വൈകാതെ ഒരു ഇടിച്ചൂതി മഴ അങ്ങ് പെയ്തു. മഴ ഒന്ന് തോർന്നപ്പോഴേക്കും നമ്മൾ അവിടുത്തെ നേർച്ചക്കഞ്ഞി കഴിക്കാൻ പോയി. ഇതുപോലൊരു മൺചട്ടിയിലാണ് അവിടെ നേർച്ചക്കഞ്ഞി കിട്ടുന്നത്. നല്ല ചൂട് കഞ്ഞി മാങ്ങാച്ചാറും. സോ നമ്മൾ നേർച്ചക്കഞ്ഞിയും കഴിച്ച് അവിടുത്തെ കാഴ്ചകളും കണ്ട് നേരെ അവിടെ തിരിച്ചു. അപ്പോഴേക്കും പുലർച്ചെ സമയം 5 മണിയാവാറായി. ഇപ്പോഴും ആഞ്ചലീന ഫുൾ ഓണായിരുന്നു. പള്ളിയിൽ നിന്ന് ഇറങ്ങി ഒരു ബ്രേക്ക് എടുത്ത് ചെറിയ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കഴിച്ചു. ഒന്ന് റിലാക്സ്ഡ് ആയ ശേഷം നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ മനസ്സ് മുഴുവൻ സന്തോഷമായിരുന്നു. ഒരുപാട് നാളായിട്ട് മനസ്സിൽ കൊണ്ടിടുന്ന ഒരു ആഗ്രഹം സാധിച്ചതിൻ്റെ ഒരു ആത്മസംതൃപ്തി.